ചേച്ചീൻ്റെ കയ്യിൽ നിന്നും നെയിൽസ് വെക്കാം. കാരണം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഇപ്പോൾ ഒരു 1 or 2 years ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെൽ പോളിഷ് ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ജെൽ പോളിഷ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഹാർഡാവും ഉള്ളിൽ. അപ്പോൾ ഷീക്കാൻ്റെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല കരികരിത്ത പരിപരിത്ത ഒരു കൈ പോലത്തെ ചെറുക്കന്മാരെ കൈമാരത്തെ കൈ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനൊരു 2-3 months ആയിട്ട് ഞാൻ ജെൽ പോളിഷ് ഇടുന്നില്ല. സോ നമുക്കിപ്പോൾ നെയിൽ ഒട്ടിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ചേച്ചീൻ്റെ നെയിൽസ് ശേഖരം. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് നെയിൽസ് എടുത്ത് പെറുക്കി വെക്കാം. അപ്പം ഏറെക്കുറെ നമ്മുടെ കയ്യിന് സെറ്റായിട്ടുള്ള സാധന സാമഗ്രികൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒട്ടിക്കൂ, പശ തേച്ച് ഒട്ടിക്കൂ. ഇനി ഇതിൽ ഓരോന്നിലായി നമ്മൾ പശ തേച്ച് ഒട്ടിക്കും. കണ്ടോ, ചേച്ചീൻ്റെ കയ്യിലിരിക്കണ മാതിരി നമ്മളുടെ കയ്യിലും ഇനി ഒട്ടിച്ചു വയ്ക്കും. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് വിഷ്ണുവിനെ മാന്താം. അങ്ങനെ നമ്മുടെ നടിയുടെ ടെമ്മു ഹാൾ വന്നിരിക്കുകയാണ്. നടി ഈടെയായിട്ട് കുറച്ച് മെയിൻ ആവുന്നുണ്ട് കേട്ടോ. ഒരു നാടകത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ഫുൾ ഷോപ്പിംഗ് മോഡാണ്. തുറക്കൂ. എന്താണ് നിങ്ങളുടെ ടെമ്പൂലുള്ളത്? കുറച്ച് സാധനങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ടേ. ആദ്യത്തെ സാധനം എടുക്കൂ. എന്താ അത്? നമ്മുടെ കമ്മലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എൻ്റെ കയ്യിലുണ്ട്. നൈസ് സാധനം. നല്ല നിൽക്കും, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഞാൻ ഷീനെന്നാ വാങ്ങിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതെന്താണിത്? ഏത് രാജകുമാരിന്റെ എന്തോ ആവാൻ പോവാണ്. പേളിന്റെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. തമ്പുരാൻ അറിയാം. എന്താ എന്റെ ഉദ്ദേശം? ഇത് ടൈമറാണ്. എനിക്ക് എന്റെ ഷോപ്പിലേക്ക് വേണ്ട സാധനം. എന്തിന് ടൈമർ? അത് നിങ്ങക്ക് വർക്കിന്റെ എന്തോ ഒരു കലാമൊക്കെ വെക്കാറുള്ളതായിരിക്കും. അതെന്റെ തുന്നൽ മെഷീൻ. അത് ഞാൻ ഒന്ന് പരീക്ഷിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പം ജയിക്കും, ചിലപ്പം വിജയിക്കൂല. അടുത്തത് ആ സ്റ്റാൻഡിൽ നിറയ്ക്കാനുള്ള ഫുൾ കമ്മലുകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ കൊള്ളാം. എനിക്ക് ഈ ലാവൻഡർ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചാ കമ്മൽ. ചേട്ടൻ എന്റെ കാശല്ലേ ആ പോയിരിക്കുന്നത്. എന്താ ഇഷ്ടാവും. അപ്പുറത്തെ ഒരു കരയുന്ന ഹൃദയത്തെ ഞാൻ കാണുന്നു. ചേട്ടാ ഒച്ചാ എടാ, ഇത് കട തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ? അത് ഇടാൻ ഞാൻ വരും. ഓ മൈ ഗോഡ്, പ്രിട്ടി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. സെലക്ഷൻ സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടായിട്ടോ. കൊള്ളാം, നൈസ്. എന്റെ മോനെ, അടുത്തത് എടുക്ക്. ഇതിന്റെ ഒരു ഫാൻസി കട തുടങ്ങാനുള്ള സാധനം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാ മേടിച്ചതെന്ന് അറിയാമോ? ആ സ്റ്റാൻഡിൽ തൂക്കാൻ നമുക്ക് കമ്മല് വേണ്ടേ അല്ലേ? ഇത് വൈറ്റ് ഡ്രസ് ഇടുമ്പോ ചേട്ടൻ മേടിച്ചെന്നാ വൈറ്റ് ഗൗണ്ട് കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും. പ്രിട്ടി വൈറ്റ് റോസ്. നമ്മുടെ രണ്ടുപേരും ഗൗണ്ടിനെ പറ്റിയ നമ്മളുണ്ട്, അപ്പൊ കുഴപ്പമില്ല. സന്തോഷായി. ബഹുവചനുണ്ട്. അല്ല, എന്റെ അല്ല, അത് ഞാൻ താങ്കൾക്ക് ഓർഡർ ചെയ്താണ്. താങ്കൾക്കല്ല പേള് വേണ്ടത്. ബെൽറ്റ് അല്ല, ഇത് നല്ല ചേട്ടൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സർപ്രൈസ് ആണല്ലേ, പുല്ലൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഈ വീഡിയോ പാക്കുമ്പോ ഒരു ടമാർ പടാർ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ക്ലിപ്പ്? ഓ പ്രിട്ടി. എല്ലാം പ്രിട്ടി സാധനങ്ങളാണ്ടോ. നല്ല പ്രിട്ടി ആയിട്ടുള്ള ക്ലിപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്കിത് മറിച്ച് വിറ്റാലോ, ചിലപ്പോ നല്ല പൈസ കിട്ടും. ഓ പ്രിട്ടി, നൈസ്, അടിപൊളി. എല്ലാത്തിലും പേൾസ് ഉണ്ട്. പേൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പ്രത്യേകിച്ച് വൈറ്റ്. കാണിക്കും, മൊത്തത്തിലൊന്ന് കാണിക്കും. നല്ല പ്രിട്ടി സാധനം. കൊള്ളാം. പ്രിട്ടി ക്ലിപ്പ്, നൈസ്. ഇതിപ്പോ എന്താ ഷോപ്പ്? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയ മാരുണ്ടല്ലോ, മറ്റേ മുത്തുമാല, മറ്റേ മാല എന്നൊക്കെ പറഞ്ഞ മാരത്തെ മാല.
എന്താ കമ്മലാണോ? അടുത്ത കമ്മലാണോ? എടാ ഇതുപോലത്തെ അല്ലേ വേറെ പറഞ്ഞ കണ്ട്? അല്ല അല്ല അത് വേറെ. അതല്ലടാ, നീ നോക്കിയേ. ചേട്ടൻ വീണു. ചേട്ടൻ നിക്കാൻ ശരിയാ, ചെറിയ വ്യത്യാസം ഉണ്ട്. എനിക്ക് ചേട്ടന്റെ അവസ്ഥ വെച്ചിട്ട് പുള്ളിന്റെ ശബ്ദം പോലും പോയി. എന്താ ഇത് എന്താ ഇത് ബ്ലൂടൂത്തിന്റെ കവർ. ബ്ലൂടൂത്ത്? ഓ, അച്ചായിക്ക് മേടിച്ച. അച്ചായിക്ക് ഒരു സാധനം ഉണ്ട് ചീത്ത പറയാതിരിക്കാൻ. അച്ചായിക്ക് ഒരു സാധനം വാങ്ങിയിട്ട് ബാക്കിയെല്ലാം മേടിച്ചിട്ടുള്ള ആ പഴയ ട്രിക്ക് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ചീത്ത വിളി ഉണ്ടാവില്ല. ഇതും വീണ്ടും അച്ചായിക്കാവും അല്ല അല്ലേ? ഇത് എന്റെ ലോക്കറിന്റെ. ഓ, മാലാഗയുടെ ഒരു കീ ചെയിൻ. കൊള്ളാം, ദാറ്റ്സ് പ്രിറ്റി. എന്താ അടുത്തത്? അടുത്തെന്താ? ഇതും കമ്മലാണോ? ശരിക്കും താൻ ഫാൻസി കട തുറന്നുള്ള പരിപാടി ഉണ്ടോ? എന്താ അത്ര ഞെട്ടിയിട്ടൊക്കെ എടുക്കാൻ? എന്താ സാധനം? പുളിയോ? എടോ ഇതല്ലേ എടോ താ മുന്നേ കാണിച്ച കമ്മലും? എല്ലാം ഒരു വൈറ്റും ഒരു റോസും. നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അതെ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാം ഒരു അമ്മ പെറ്റ അളിയന്മാരെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഇനിയിപ്പൊ അതില് ഞാൻ കിടക്കുമല്ലോ അല്ലെ, മറ്റേ കമ്മൽ സ്റ്റാൻഡില്. ഇതെന്താ? അടുത്ത മുത്ത്. ഇറ്റ്സ് പ്രിറ്റി, ഇറ്റ്സ് സോ ഗുഡ്, നൈസ്. അല്ലല്ല, ശരിക്കും നൈസ് ആയിട്ടുണ്ട്. എനിക്ക് ആ റോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ റോസിന്റെ സാധനം എനിക്ക് നല്ല ഇഷ്ടമായി. സോ പ്രിറ്റി. നല്ല റെഡ് കളർ ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ സിമ്പിൾ ഡ്രസ്സിന്റെ കൂടെ ഇട്ടാൽ നല്ല നൈസ് ആയിരിക്കും. കമ്മലല്ലാത്തൊരു സാധനം. അതെന്തിനത്? അതെന്തിനി? ചാച്ചാജിയാണോ? ചാച്ചാജി സാധാരണ റോസാപ്പൂ നെഞ്ചിത്തെ കുത്തി നടക്കണ കണ്ടിട്ടുള്ളത്. മറ്റേ സാരി പിന്ന് മറ്റേ പിന്നാണോ? ശരി. എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. തമ്പുരാൻ അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടോ? ഇതെന്താ? ഇത് മൂക്കുത്തി. ആ, എന്റെ മോനെ പൊളി സാധനം. ആ രണ്ട് മൂക്കിലോട്ട്. അപ്പൊ നൈസാ, ഇപ്പത്തെ സ്റ്റൈലാ. രണ്ട് മൂക്കിലോട്ട്. നൈസ്. നോക്കട്ടെ അതിന്റെ ഡിസൈൻ നോക്കട്ടെ. കൊള്ളാം. സുന്ദരിയായി ഇറങ്ങാനുള്ള പുറപ്പാടാണ് ശരിക്കും. ഇതെന്താ? ഞാൻ വിചാരിച്ച് എന്റെ ആയിരിക്കും കൂടുതലുണ്ടാവും. എന്റെ ഒന്നും കാണാൻ പോന്നിട്ടില്ല. അതെന്റെയാ? എന്റെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള സംഭവം കേട്ടോ. അതും എന്റെയാ. അതെനിക്ക് നമ്മള് ഇലക്ട്രിക് ഒരു മെഷീൻ. എന്തെല്ലാം മെഷീനുകളാണല്ലോ ദൈവമേ. കഴിഞ്ഞോ? അയ്യോ, അതും ഇട്ട് നോക്കാനുണ്ടോ? അല്ല, ബാക്കിയെല്ലാം കഴിഞ്ഞോ? കമ്മലെല്ലാം കഴിഞ്ഞോ? ഇനി നമ്മുടെ ആദ്യത്തെ ഡയാന പ്രിൻസസിന്റെ മാല നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല നല്ല ബോക്സ്. എന്താ ഭംഗിയായിരിക്കുമല്ലോ. നല്ല ഭംഗിയുണ്ട്. കണ്ടിഷ്ടപ്പെട്ടു വാങ്ങിച്ചു. കൊള്ളാം. ഞാനിടണ്ട, ഞാൻ നല്ല ഓളലിക്കലാണ്. സന്തോഷായോ? ചേട്ടൻ കരഞ്ഞിട്ടൊക്കെ. സർപ്രൈസ് അല്ലേ? ഇതെന്താ? ചേട്ടനൊരു പൗച്ച് കിട്ടിയില്ലേ? പിന്നെന്ത് വേണം? സന്തോഷായി. ഇപ്പോൾ നമ്മൾ പുതിയ വാങ്ങിയ സ്റ്റാൻഡിൽ ചേച്ചിയുടെ സാധനങ്ങൾ ഇങ്ങനെ ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്.